നിരന്തര പരാതികളുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രമേശിനെ അടിയന്തരമായി സ്ഥലം മാറ്റി. തൃശൂർ റൂറൽ എസ്.പിയും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ചേർപ്പ് ഇൻസ്പെക്ടർ രമേശിനെതിരെ സി മുകുന്ദൻ എം.എൽ.എ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിനിടെ ചേർപ്പ് സ്റ്റേഷനിൽ നിന്നും അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻസ്പെക്ടർ രമേശിനെ മാറ്റിയതായി തൃശൂർ റൂറൽ ഓഫീസിൽ നിന്നും ഉത്തരവിറങ്ങി. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ജനറൽ സ്ഥലം മാറ്റത്തിനോടൊപ്പമാണ് മാറ്റിയിട്ടുള്ളത്. ജൂൺ 14-ന് എം.എൽ.എയുടെ മുൻ പേഴ്സണൽ സെക്രട്ടറി അസ്ഹർ മജീദിന്റെ മൊബൈൽ ഫോൺ അനുവാദമില്ലാതെ പിടിച്ചുവെക്കുകയും ഈ വിഷയത്തിൽ തൃശൂർ റൂറൽ എസ്.പിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിവൈരാഗ്യത്താൽ സി.ഐ. രമേശ് ഗുരുതര വകുപ്പുകൾ ചേർത്ത് അസ്ഹറിനെതിരെ വ്യാജ കേസ് ചുമത്തുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിൽ അന്വേഷണം നടത്തി തൃശൂർ റൂറൽ എസ്.പി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് സമർപ്പിച്ചു. 2/7/2025 ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ വഴക്കിനെ തുടർന്ന് പരാതി നൽകാനെത്തിയ യൂണിയൻ തൊഴിലാളിയായ ദളിത് യുവാവ് സുരേഷിനെ ഇൻസ്പെക്ടർ രമേശ് മർദ്ദിച്ചതായും ആരോപണമുയർന്നിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും തൃശൂർ റൂറൽ എസ്.പിക്കും സുരേഷ് പരാതിയും നൽകി. അഡീഷണൽ സൂപ്രണ്ട് ഓഫീസിൽ നിന്നും മൊഴിയെടുക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. CPM പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങളും നടത്തി. ഈ പ്രശ്നങ്ങളുടെയെല്ലാം റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നതോടെ ഇൻസ്പെക്ടർ രമേശിനെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന.